Hi students, welcome to Learnino. അപ്പോൾ നമ്മൾ RCC എന്നുള്ള സബ്ജക്റ്റിൽ കഴിഞ്ഞ ക്ലാസ്സിൽ അതിൽ വരുന്ന മെറ്റീരിയൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് അല്ലേ. ഇപ്പോൾ സിമെൻറ്റിൻ്റെ ഗ്രേഡ്സ്, അതുപോലെ തന്നെ അഗ്രിഗേറ്റ്സ്, അതുപോലെ ടൈപ്സ് ഓഫ് സിമെൻറ്റ്, കോൺക്രീറ്റിൻ്റെ ഏതൊക്കെ ഗ്രേഡ്സ്, അതുപോലെ തന്നെ സ്റ്റീൽ റീൻഫോഴ്സ്മെൻറ്റിൽ യൂസ് ചെയ്യുന്ന സ്റ്റീലിൻ്റെ ഗ്രേഡ്സ്, അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പം നെക്സ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എന്താണ്, ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിനെ കുറിച്ചാണ്. ഓക്കെ, ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിൻ്റെ ബേസിക്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കറിയാം RCC എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് എല്ലാവർക്കും പഠിക്കാൻ കുറച്ച് മടിയുള്ളൊരു സബ്ജക്റ്റാണല്ലേ. നമുക്ക് ചിലപ്പം എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമുക്ക് ഈസിയാണ്, അല്ലെങ്കിൽ ചില സമയത്ത് ചിലപ്പോൾ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ തോന്നില്ല. അങ്ങനെയൊക്കെ ഒരു കുഴപ്പമുള്ള സബ്ജക്റ്റാണ് ഈ RCC. പക്ഷേ നമ്മൾ ഫസ്റ്റ് മുതൽ അതിൻ്റെ ബേസിക്സ്, അതിൻ്റെ കോൺസെപ്റ്റൊക്കെ വൃത്തിയായിട്ട് പഠിക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റിയൊരു സബ്ജക്റ്റ് കൂടിയാണ് RCC. സോ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഫസ്റ്റ് മുതൽ എന്താണ് അതിൻ്റെ കോൺസെപ്റ്റ് എന്ന് മനസ്സിലാക്കി പഠിച്ചു പോകണം. ഓക്കെ, അപ്പോൾ ഇൻട്രൊഡക്ഷനിൽ വരുന്ന ഈ ഗ്രേഡ്സും കാര്യങ്ങളൊക്കെ എന്തായാലും നിങ്ങൾ പഠിക്കുന്നതാണ്. അത് കഴിഞ്ഞ് ഈ RCCയിലേക്ക് കിടക്കുന്ന സമയത്ത് അതിൻ്റെ ബേസിക് കോൺസെപ്റ്റൊക്കെ നമുക്ക് മനസ്സിലാക്കിയിട്ട് പോകേണ്ടതാണ് അല്ലേ. അപ്പോൾ നമ്മുടെ അപ്പോൾ ഡിസൈനിലേക്ക് നമ്മൾ കിടക്കുന്ന സമയത്ത് നമ്മൾ ഏതൊക്കെ ഡിസൈൻ ഫിലോസഫീസിൽ ഏതൊക്കെയാണ് വരുന്നത്, നമ്മൾ ഏതൊക്കെയാണ് പഠിക്കുന്നത്. അതായത് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡുണ്ട്, ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡുണ്ട്, അൾട്ടിമേറ്റ് ലോഡ് ഡിസൈൻ, അതുപോലെ തന്നെ പെർഫോമൻസ് ബേസ്ഡ് ഡിസൈൻ. ഓക്കെ, ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു മെത്തേഡ് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡാണ്. അപ്പോൾ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിൽ എന്താണ് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് എന്നുള്ള കോൺസെപ്റ്റ് എന്താണ്, അപ്പോൾ അതിൽ വരുന്ന ടേംസ്, ഓക്കെ, ഇതൊക്കെ വൃത്തിയായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ ചാപ്റ്റർ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നോക്കുന്ന സമയത്ത് നമ്മൾ ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് RCCയിലെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റും അങ്ങനെ തോന്നും, ചിലത് IS കോഡ് ബേസ് ചെയ്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഈ കോൺസെപ്റ്റ് നമ്മൾ ഫസ്റ്റ് ബേസിക്സ് എല്ലാം വൃത്തിയായിട്ട് പഠിച്ച് പോയാലാണ് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് മിസ്റ്റപ്പായി പോകും, നമ്മൾ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിൻ്റെ കോൺസെപ്റ്റ്, ബേസിക് കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് എന്താണ്? ഈ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് അതായത് നമ്മളിപ്പോൾ ഒരു സ്ട്രക്ചർ കൺസ്ട്രക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ ഡിസൈൻ ചെയ്യണം. ആ സമയത്ത് അതായത് ഇപ്പോൾ ഒരു സ്ട്രക്ചർ നിർമ്മിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയും ഫെയിലേഴ്സ് ഉണ്ടാവാം. ഒരു പക്ഷേ ആ സ്ട്രക്ചറിന് കൊളാപ്സ് സംഭവിക്കാം, ഓക്കെ, ഫെയിലേഴ്സ് സംഭവിക്കാം. അല്ലെങ്കിൽ ഈ ഡിഫ്ലക്ഷൻ, ക്രാക്കിംഗ് പോലുള്ള അവസ്ഥകളുണ്ടാവും. അപ്പോൾ എന്താണ് ഈ ഡിഫ്ലക്ഷനും ക്രാക്കിങ്ങും വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ സ്ട്രക്ചർ യൂസ് ചെയ്യാൻ പറ്റില്ല അല്ലേ, യൂസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുക. ഓക്കെ, ഒന്നില്ലെങ്കിൽ ഫെയിലിയർ സംഭവിക്കുക, അതിൽ കൊളാപ്സ് ആയി പോവുക, അല്ലെങ്കിൽ ഈ ഡിഫ്ലക്ഷൻ, ക്രാക്കിംഗ് പോലുള്ള അവസ്ഥകൾ ഉണ്ടാവുക. ഓക്കെ, ഇത് ഉണ്ടാവാതെ നമ്മൾ എത്ര വർഷത്തേക്ക്, അതൊരു ബിൽഡിങ്ങിൻ്റെ ലൈഫ് ടൈമിൽ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറിൻ്റെ ലൈഫ് ടൈമിൽ ഈ തരത്തിലുള്ള ഫെയിലേഴ്സ് ഉണ്ടാവാതെ ആ സ്ട്രക്ചറിനെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഫിറ്റാക്കി നിർത്തുക എന്നുള്ളതാണ് ഒരു ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിൻ്റെ എയിം എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടി പറയാം. അപ്പോൾ ഈ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്ട്രക്ചർ കൊളാപ്സ് ആവാതെ അല്ലെങ്കിൽ ഈ ഡിഫ്ലക്ഷൻ, ക്രാക്കിംഗ് ഇതൊന്നും വരാതെ ഒരു സ്ട്രക്ചറിൻ്റെ ലൈഫ് ടൈം ഉപയോഗം, അതായത് യൂസ് ചെയ്യുന്നതിന് ഫിറ്റാക്കി നിർത്തുക എന്നുള്ളൊരു എയിമാണ് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിനുള്ളത്. ഓക്കെ, അതായത് നമ്മൾ അതിന് വേണ്ടിയുള്ള സേഫ്റ്റി ഫാക്ടേഴ്സ്, ഓക്കെ, ലോഡ് ഫാക്ടേഴ്സ്, അല്ലെങ്കിൽ അതിനുള്ള ഡിസൈൻ ലോഡ്സ് നമുക്ക് എത്രയാണ്, നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ലോഡ്സ് എല്ലാം കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഡിസൈൻ ലോഡ്സ്, അതായത് ഈ ഫെയിലേഴ്സ് ഒന്നും സംഭവിക്കാത്ത രീതിയിലുള്ള ലോഡ്സും കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിൽ ഡിസൈനെല്ലാം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മെയിൻലി എന്താണ്, 2 ടൈപ്സ് ഉണ്ട്. നമുക്ക് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് 2 ടൈപ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ് ആൻഡ് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റി. ഓക്കെ, ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്
എപ്പോഴും ചോദിക്കുന്ന ഒന്ന്, അതായത് പി എസ് സിക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ടൈപ്പ് എന്ന് പറയുന്നത് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ് ആണ്. ഓക്കെ, ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ് ആണ് എന്നും എക്സാമിന് ചോദിക്കുന്നത്. ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റി നമുക്ക് പഠിച്ചു വെക്കാം, ഇമ്പോർട്ടൻ്റ് അല്ലെന്നല്ല, പക്ഷേ നമുക്ക് പഠിച്ചു വെക്കാം. പക്ഷേ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ് ആണ്. ഓക്കെ ഓക്കെ അപ്പോൾ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സിൽ അപ്പോൾ നമ്മൾ പറഞ്ഞു ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രക്ചറിന് പെട്ടെന്നുണ്ടാകുന്ന കൊളാപ്സ് അല്ലെങ്കിൽ ഫെയിലിയർ ആണ്. എന്തൊക്കെ കൊണ്ടാണ്, ഏതൊക്കെയാണ് വരുന്നത്, കൊളാപ്സിൽ ഏതൊക്കെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് ഫ്ലെക്ചർ, ഷിയർ, ടോർഷൻ ആൻഡ് കംപ്രഷൻ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് അതിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വൃത്തിയായിട്ട് പഠിച്ചു പോകും. നെക്സ്റ്റ് വണ്ണാണ് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റി. അപ്പോൾ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റി വരുന്നത് ഡിഫ്ലക്ഷനും ക്രാക്കിങ്ങും. ഓക്കെ, അപ്പോൾ ഈ ഡിഫ്ലക്ഷനും ക്രാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സ്ട്രക്ചറിൽ ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ ക്രാക്കിങ് വന്നു കഴിഞ്ഞാൽ അത് പിന്നെ അൺയൂസബിൾ ആണ്, അല്ലേ, യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റി അങ്ങനെ ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും നോക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ അതിന് വരുന്ന രണ്ടെണ്ണം ഏതാണ്, ഡിഫ്ലക്ഷനും ക്രാക്കിങ്ങും. ഓക്കെ, അപ്പം നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഡിസൈൻ ലോഡ്സും ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസും. അപ്പോൾ എന്താണ് ഈ ഡിസൈൻ ലോഡ്സ്? അപ്പോൾ ഡിസൈൻ ലോഡ്സ് എന്താണ് പറഞ്ഞിരിക്കുന്നത്, അതായത് ക്യാരക്ടറിസ്റ്റിക് മൾട്ടിപ്ലൈയിങ് ക്യാരക്ടറിസ്റ്റിക് ലോഡ് ബൈ ദ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ, അതാണ് എന്താണ് ഡിസൈൻ ലോഡ്. അപ്പോൾ ഈ ഡിസൈൻ ലോഡിനെ എന്തിനാണ് നമ്മൾ ഒരു പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്തിനാണ്? അതായത് ഇപ്പോൾ ഒരു സ്ട്രക്ചർ നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഡിസൈനിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഏതൊക്കെ ടൈപ്പ് ലോഡ് വരും, ഡെഡ് ലോഡ് വരും, ലൈവ് ലോഡ് വരും, വിൻഡ് ലോഡ് വരും, എർത്ത് ലോഡ് വരും. അപ്പോൾ ഈ ലോഡൊക്കെ ഒരു സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പം ഇത്തരം ലോഡ്, അപ്പോൾ ഇത്രയും ലോഡ് നമുക്ക് ഒരു വാല്യൂ കിട്ടിയെന്ന് വിചാരിക്കാം. ഓക്കെ, ലൈവ് ലോഡ് ഇത്രയാണ്, ഡെഡ് ലോഡ് ഇത്ര വരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ലൈവ് ലോഡെല്ലാം എടുത്തു. അപ്പോൾ ഇത്രയും നമുക്കൊരു ലോഡ് വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ അപ്പോൾ ആ ലോഡ് എടുത്തിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തു, ഒരു സ്ട്രക്ചർ നമ്മൾ ആ ലോഡ് എടുത്തിട്ട് ഡിസൈൻ ചെയ്തു. ഓക്കെ, ഈ ലൈവ് ലോഡ്, ഡെഡ് ലോഡ്, വിൻഡ് ലോഡ് ഇതെല്ലാം എടുത്ത് ഡിസൈൻ ചെയ്തു. അപ്പോൾ നാളെ പെട്ടെന്ന് കുറച്ച് ലോഡ് കൂടി അതിലേക്ക് വന്നു. ഓക്കെ, അപ്പോൾ എന്ത് പറ്റും, കുറച്ച് ലോഡ് കൂടി വന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ സ്ട്രക്ചറിന് അത് എന്താ പറയുക വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല, അല്ലേ. ലോഡ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യില്ല, അപ്പോൾ നമ്മൾ റെസിസ്റ്റ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ അസ്യൂം ചെയ്യാണ് നാളെ ഇത്ര ലോഡ് കൂടി അതിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് ലോഡ് കൂടുതലായിട്ട് കൊടുക്കണം. ഡിസൈൻ ചെയ്യുന്ന സമയത്ത് കുറച്ച് ലോഡ് കൂടുതലായിട്ട് കൊടുക്കണം, അല്ലേ. ആക്ച്വൽ ലോഡ് ഇതാണ്, പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം, കുറച്ച് ലോഡ് കൂടുതലായിട്ട് അങ്ങോട്ട് കൊടുക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ലോഡ് എടുക്കുന്നത്. അപ്പോൾ കുറച്ച് കൂടുതൽ ലോഡ് വന്നാൽ കൂടിയും ആ ഒരു സ്ട്രക്ചർ ഫെയിലിയർ ആവാനുള്ള ചാൻസ് കുറവാണ്, അല്ലേ. അപ്പോൾ എന്താണ് ഈ ഡിസൈൻ ലോഡ്? ഡിസൈൻ ലോഡ് എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് ലോഡിൻ്റെ കൂടെ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ടൈപ്പ് ഓഫ് ലോഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസൈൻ ലോഡ് എന്ന് പറയുന്നത്. കാരണം എന്താണ്, ഇപ്പോൾ നമ്മളൊരു സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ ഏതൊക്കെ ടൈപ്പ് ഡെഡ് ലോഡ്, ലൈവ് ലോഡ്, വിൻഡ് ലോഡ്, എർത്ത് ലോഡ് ഇതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്താലും കുറച്ച് കൂടുതലായിട്ട് നാളെ കുറച്ച് കൂടുതൽ ലോഡ് വരാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ കുറച്ച് ലോഡ് കൂടി സ്റ്റാൻഡ് ചെയ്യുന്ന ഒരു ഡിസൈൻ ലോഡായിട്ട് കൂടുതൽ ലോഡ് വരും എന്നുള്ള പ്രതീക്ഷയോടെ നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യാണ്. അപ്പോൾ ലോഡ് കുറച്ച് കൂട്ടാൻ വേണ്ടി നമ്മൾ അതിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു ഫാക്ടറിനെയാണ് എന്ത് പറയുക, പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ. അപ്പോൾ ഈ രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്, ലോഡ് കൂടുകയാണ് ചെയ്യുക. അപ്പോൾ ഈ രണ്ടെണ്ണം കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടുന്ന ആ ഒരു ലോഡിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡിസൈൻ ലോഡ് എന്ന് പറയുക. അപ്പോൾ ഈ ലോഡാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് കൺസിഡർ ചെയ്യുക. ഓക്കെ, മനസ്സിലായില്ലേ. നെക്സ്റ്റ് വണ്ണാണ് ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ്. അപ്പോൾ മെറ്റീരിയൽസിൻ്റെ കാര്യത്തിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് നോക്കും. ഡിസൈൻ സ്ട്രെങ്ത് എന്താണ്, ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ബൈ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടറാണ്. ഇവിടെ ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് മെറ്റീരിയൽസിൻ്റെ കാര്യത്തിൽ.
അപ്പോൾ എന്താണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്? അതായത് ഇപ്പോൾ നമ്മൾ ഒരു ക്യൂബ് നമ്മളിപ്പോൾ ഒരു കോൺക്രീറ്റ് അല്ലെങ്കിൽ കോൺക്രീറ്റിൻ്റെ കാര്യത്തിൽ എടുക്കുക. അപ്പോൾ കോൺക്രീറ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും, 150 സൈസുള്ള ക്യൂബ് കാസ്റ്റ് ചെയ്തിട്ട് 28 ഡേയ്സിൽ നമ്മളത് എന്താണ് പൊട്ടിച്ച് നോക്കും അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ സ്ട്രെങ്ത് ഉണ്ടല്ലോ, അതിനാണ് നമ്മൾ എന്താ പറയുക, ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് എന്ന് പറയാം അല്ലേ. അപ്പോൾ ഈ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത്ത് ഇപ്പോൾ നമുക്കൊരു എത്ര പറയാം, ഒരു 30 അങ്ങനെ കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ഈ 30 തന്നെ വാല്യൂ എടുത്തിട്ട്, ഇപ്പോൾ എൻ്റെ കോൺക്രീറ്റ് ഇത്രയും സ്ട്രെങ്ത് ഉണ്ട്, അപ്പോൾ ഈ സ്ട്രെങ്ത് എടുത്തിട്ട് നമുക്കങ്ങ് ഡിസൈൻ ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ അത്രയും നമ്മുടെ സേഫ്റ്റി കുറവല്ലേ വരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എനിക്ക് ഇത്രയും സ്ട്രെങ്ത് ഉണ്ട്, പക്ഷെ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഇത്തിരി കുറവ് വെച്ച് ഡിസൈൻ ചെയ്യാം അല്ലേ. കുറച്ച് ഇത്രയും സ്ട്രെങ്ത് ഉള്ളൂ എന്ന് വിചാരിച്ച് നമുക്ക് ഡിസൈൻ ചെയ്യാം. അതായത് എനിക്ക് ഇത്രയും സ്ട്രെങ്ത്, എൻ്റെ കോൺക്രീറ്റ് ഇത്രയും സ്ട്രെങ്ത് കിട്ടി, ഇപ്പോൾ 30 കിട്ടി, പക്ഷേ 30 നമ്മൾ എടുക്കുന്നില്ല, അത് കുറച്ച് കുറവാണ് എടുക്കുന്നത്. എനിക്ക് ഇത്ര ഉണ്ട്, പക്ഷെ നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ കുറച്ച് കുറവാണ് കൺസിഡർ ചെയ്യുന്നുള്ളൂ, അതല്ലേ നല്ലത്. അപ്പോൾ ഈ ലോഡ് നമുക്ക് കുറച്ച് കുറയ്ക്കാൻ വേണ്ടി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ വെച്ച് ഡിവൈഡ് ചെയ്യണം അല്ലേ. അപ്പോൾ ഈ മെറ്റീരിയൽസ്, അതായത് കോൺക്രീറ്റിൻ്റെ കേസിലും അതുപോലെ തന്നെ സ്റ്റീലിൻ്റെ കേസിലും ഓക്കെ നമ്മളിങ്ങനെയാണ് ചെയ്യാറ്. അതായത് ഡിസൈൻ ലോഡ്സിൻ്റെ കേസിലാണെങ്കിൽ ലോഡ് കുറച്ച് കൂടുതൽ വരും എന്ന രീതിയിൽ കൺസിഡർ ചെയ്യുന്നു. അതിനുവേണ്ടി നമ്മൾ എന്താണ് ചെയ്യുക, പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുക. എന്നാൽ മെറ്റീരിയൽസിൻ്റെ കേസിലായിക്കോട്ടെ, നമുക്ക് ഇത്രയും സ്ട്രെങ്ത് ഇല്ല, നമ്മുടെ മെറ്റീരിയൽ നമ്മൾ ടെസ്റ്റ് ചെയ്തു, ഇപ്പോൾ നമ്മൾ കോൺക്രീറ്റിൻ്റെ പൊട്ടിച്ച് നോക്കി, ഇപ്പോൾ സ്റ്റീലിൻ്റെ ആണെങ്കിൽ നമ്മൾ UTM വെച്ച് ടെസ്റ്റ് ചെയ്തു, പക്ഷെ നമുക്കത് പറ്റുന്നില്ല, നമുക്ക് അതിനേക്കാളും കുറച്ച് കുറവാണ് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, ഡിസൈൻ ചെയ്യുമ്പോൾ ഇത്രയും നമുക്ക് സ്ട്രെങ്ത് കിട്ടിയിട്ടില്ല, നമുക്ക് കുറച്ച് കുറവിനുള്ളത് നമ്മൾ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്താണ് ചെയ്തത്, പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ വെച്ച് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അത് മറക്കാതെ പഠിക്കുക. ഡിസൈൻ ലോഡ്സിൻ്റെ കാര്യത്തിൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി വെച്ചിട്ട് അല്ലെങ്കിൽ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൻ്റെ കേസിൽ ക്യാരക്ടർ സ്ട്രെങ്ത്തിനെ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ ടേംസ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത് നോക്കാം. നെക്സ്റ്റ് ദ മാക്സിമം കംപ്രസീവ് സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റ്. അപ്പോൾ ഈ നമുക്കറിയാം, ഈ കോൺക്രീറ്റ് എന്ന് പറയുന്നത് ബ്രിട്ടിൽ മെറ്റീരിയലാണ്. ഓക്കെ, അത് നമുക്കറിയാം, ടെൻഷൻ അത് ക്യാരി ചെയ്യില്ല, റെസിസ്റ്റ് ചെയ്യില്ല അല്ലേ. അപ്പോൾ മാക്സിമം കംപ്രസീവ് സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റ് എത്രയാണ് വരുന്നത് നോക്കൂ, 0.0035 ആണ്. ഓക്കെ, ഇനി മിനിമം സ്ട്രെയിൻ ഇൻ സ്റ്റീല്, മിനിമം സ്ട്രെയിൻ ഇൻ സ്റ്റീല് വരുന്നത് എത്രയാണ്, 0.002 പ്ലസ് 0.87 FY/ES. ഓക്കെ, ജസ്റ്റ് ഒന്നത് നോക്കി വയ്ക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് നോക്കൂ, സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഓഫ് കോൺക്രീറ്റ്. അപ്പോൾ ഈ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഓഫ് കോൺക്രീറ്റ് എങ്ങനെയാണ് വരുന്നത്, ഷേപ്പ് എന്താണ്, ഒരു പാരാബോളിക് റെക്റ്റാങ്കിളാണ് അല്ലേ, ഒരു പാരാബോളിക് റെക്റ്റാങ്കിളാണ്. ഓക്കെ, പാരാബോളിക് വേരിയേഷനാണ് കാണിക്കുന്നത്. ഇനി ഷേപ്പ് ഓഫ് സ്ട്രെസ് സ്ട്രെയിൻ കർവ് എന്ന് പറയുന്നത് ഒരു പാരാബോളിക് റെക്റ്റാങ്കിളാണ്. ഓക്കെ, നെക്സ്റ്റ് അതായത് ഇവിടെ വരുന്നത് 0.002 സ്ട്രെയിൻ വരെ, അതായത് അപ് ടു 0.002 സ്ട്രെയിൻ വരെ ഗ്രാഫ് എന്താണ്, ഈ കർവ് എന്താണ്, ഒരു പാരാബോളിക് ഷേപ്പാണ് അല്ലേ. അത് കഴിഞ്ഞിട്ട് യൂണിഫോം വേരിയേഷനാണ് ഉണ്ടാവുന്നത് അല്ലേ. അപ്പോൾ ഷേപ്പ് ഓഫ് സ്ട്രെസ് സ്ട്രെയിൻ കർവ് എന്താണ്, പാരാബോളിക് റെക്റ്റാങ്കിളാണ്. ഓക്കെ, നോക്കി വയ്ക്കും കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ, സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഓഫ് മൈൽഡ് സ്റ്റീൽ. അപ്പോൾ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഓഫ് മൈൽഡ് സ്റ്റീലിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു ഡെഫിനിറ്റ് ഈൽഡ് പോയിൻ്റ് ഉണ്ട്. ഓക്കെ, ഒരു ഡെഫിനിറ്റ് ഈൽഡ് പോയിൻ്റ് സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഓഫ് മൈൽഡ് സ്റ്റീൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ലോവർ ഈൽഡ് പോയിൻറ്റ് ഗീവ്സ് ദ ഈൽഡ് സ്ട്രെസ്. ഓക്കെ, ലോവർ ഈൽഡ് പോയിൻ്റ് എന്താണ് തരുന്നത്, ഈൽഡ് സ്ട്രെസ് കണ്ടുപിടിക്കാൻ പറ്റും. ലോവർ ഈൽഡ് പോയിൻ്റാണ് ഈൽഡ് സ്ട്രെസ്, ലോവർ ഈൽഡ് പോയിന്റിൽ നിന്നാണ് നമുക്ക് ഈൽഡ് സ്ട്രെസ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വൺ, സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഓഫ് HYST പറയുമ്പോൾ മൈൽഡ് സ്റ്റീലിൻ്റെ കേസിൽ നമുക്കൊരു ഡെഫിനിറ്റ് ഈൽഡ് പോയിൻ്റ് ഉണ്ടായിരുന്നു, പക്ഷേ HYST ബാസിൻ്റെ കേസിൽ ഇവിടെ ഒരു ഡെഫിനിറ്റ് ഈൽഡ് പോയിൻ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ
പറ്റില്ല അല്ലേ. ഇവിടെ ഒരു ഡെഫിനിറ്റ് ഈൽഡ് പോയിൻ്റ് ഇല്ല. ഓക്കെ, ഈ നെക്സ്റ്റ് നമുക്ക് കുറച്ച് ടേംസ്, ഇഫക്റ്റീവ് ഡെപ്ത്, അതുപോലെ തന്നെ വിത്ത്, ടോട്ടൽ ഡെപ്ത്, ഇതൊക്കെ നമുക്ക് ജസ്റ്റ് നമ്മൾ പഠിച്ചതാണ്, നമുക്കറിയാം. എന്നാലും ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്തെടുക്കാം അല്ലേ. അപ്പോൾ നമുക്ക് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് റെക്റ്റാങ്കുലർ സെക്ഷനാണ് അല്ലേ. അപ്പോൾ ഒരു റെക്റ്റാങ്കുലർ സെക്ഷനിൽ ഫസ്റ്റ് നമുക്ക് വിത്ത് എന്താണ്, ടോപ്പ് വിത്തിന് അല്ലേ, ടോപ്പ് പോർഷനിൽ വരുന്ന ടോപ്പ് വിത്തിന് നമ്മൾ എന്താ പറയുക, വിത്ത് എന്ന് പറയുന്നത് അല്ലേ. ഈ നെക്സ്റ്റ് ടോട്ടൽ ഡെപ്ത് അല്ലെങ്കിൽ ഗ്രോസ് ഡെപ്ത് എന്താണ്, ഒരു സെക്ഷൻ്റെ ടോപ്പ് ഫൈബറിൽ നിന്നും ബോട്ടം ഫൈബർ വരെയുള്ള ഡിസ്റ്റൻസിന് നമ്മൾ എന്ത് പറയാം, ടോട്ടൽ ഡെപ്ത് എന്ന് പറയാം. ഓക്കെ, ടോപ്പ് ഫൈബറിൽ നിന്നും ബോട്ടം ഫൈബർ വരെയുള്ള ഡിസ്റ്റൻസ്, ആ ഡെപ്തിനെയാണ് നമ്മൾ ടോട്ടൽ ഡെപ്ത് എന്ന് പറയുക. ഓക്കെ, ഇനി ഇഫക്റ്റീവ് ഡെപ്ത്. അപ്പം എന്താണ് ഇഫക്റ്റീവ് ഡെപ്ത്? അതായത് ഈ ടോപ്പ് ഫൈബറിൽ നിന്നും ഈ ടെൻസൈൽ റീൻഫോഴ്സ്മെൻ്റ് ആണ്. ഓക്കെ, ഈ ടെൻസൈൽ റീൻഫോഴ്സ്മെൻറ്റിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയാം, ഇഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയാം. ഓക്കെ, ഡിസ്റ്റൻസ് ഫ്രം ദ ടോപ്പ് ഫൈബർ topmost fiber to the center of tensile reinforcement is called effective depth. Okay, ഇനി എന്താണ് ഇഫക്റ്റീവ് കവർ? ഈ സെൻറ്റർ ഓഫ് റീൻഫോഴ്സ്മെൻറ്റ്, അതായത് റീൻഫോഴ്സ്മെൻറ്റിൻ്റെ സെൻറ്ററിൽ നിന്നും നിയറസ്റ്റ് എഡ്ജ് വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇഫക്റ്റീവ് കവർ എന്ന് പറയുക. ഓക്കെ, ഇഫക്റ്റീവ് കവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ഫ്രം സെൻറ്റർ ഓഫ് റീൻഫോഴ്സ്മെൻറ്റ് ടു ദ നിയറസ്റ്റ് എഡ്ജ്. അപ്പോൾ ഈ ടോട്ടൽ ഡെപ്തിൽ നിന്നും ഈ ഇഫക്റ്റീവ് കവർ മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഇഫക്റ്റീവ് ഡെപ്ത് കിട്ടും. ഓക്കെ, ഇഫക്റ്റീവ് ഡെപ്ത് കിട്ടാൻ എന്താ ചെയ്യുക, ടോട്ടൽ ഡെപ്തിൽ നിന്നും ഈ ഇഫക്റ്റീവ് കവർ മൈനസ് ചെയ്താൽ മതി. ഓക്കെ, AST എന്ന് പറഞ്ഞാൽ എന്താണ്, ഏരിയ ഓഫ് ടെൻസൈൽ റീൻഫോഴ്സ്മെൻ്റ് ആണ്. NA എന്താണ്, ന്യൂട്രൽ ആക്സിസ് ആണ്. XU ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കാനുള്ളത്, നമുക്കറിയാം, എന്നാലും ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു ഒരിക്കൽ കൂടി. ഓക്കെ, നെക്സ്റ്റ് ഒന്നാണ് ക്യാരക്ടറിസ്റ്റിക് ലോഡ്സ്. അപ്പോൾ എന്താണ് ഈ ക്യാരക്ടറിസ്റ്റിക് ലോഡ്? അതായത് വാല്യൂസ് ഓഫ് ലോഡ് വിച്ച് ഹാസ് 95% പ്രോബബിലിറ്റി ഓഫ് നോട്ട് ബീയിങ് എക്സീഡഡ് ഡ്യൂറിങ് ദ ലൈഫ് ഓഫ് ദ സ്ട്രക്ചർ. അപ്പോൾ എന്താണ്, ഓൺലി 5% പ്രോബബിലിറ്റിയേ ഉള്ളൂ എക്സീഡ് ചെയ്യാനായിട്ട്. ഓക്കെ, ലോഡ് എക്സീഡ് ചെയ്യാനായിട്ടുള്ള ചാൻസ് 5% ഉള്ളൂ. ബാക്കി 95% പ്രോബബിലിറ്റി എന്താണ്, വിച്ച് വിൽ നോട്ട് എക്സീഡഡ് ഡ്യൂറിങ് ദ ലൈഫ് ഓഫ് ദ സ്ട്രക്ചർ. അപ്പോൾ ബിയോണ്ട് ഈ ഒരു സ്ട്രെങ്ത്തിൽ ഈ ലോഡിൽ കൂടുതലാവാനുള്ളൊരു ചാൻസ് 5% മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, ഡിസൈൻ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്താണ്, ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഡിവൈഡഡ് ബൈ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടറാണ്. ഓക്കെ, നെക്സ്റ്റ് പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ഫോർ ലോഡ്സ്. ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ലോഡ് കോമ്പിനേഷൻ ഫോർ കൊളാപ്സും ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലോഡ് കോമ്പിനേഷൻ ഫോർ സർവീസബിലിറ്റിയും കൊടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക, ഈസിയാണ്. ഓക്കെ, അപ്പോൾ ഇത് IS 456/2000 കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഏതൊക്കെയാണ് വരുന്നതെന്ന് നോക്കൂ. ഡെഡ് ലോഡ്, ലൈവ് ലോഡ്, വിൻഡ് ലോഡ്, സിസ്മിക് ലോഡ്, എർത്ത്ക്വേക്ക് ലോഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ലോഡ് പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ 2 ടൈപ്സ്. അതായത് മെറ്റീരിയൽസിന് നമ്മൾ എടുക്കുന്നുണ്ട്, ലോഡ്സിനും എടുക്കുന്നുണ്ട്. അപ്പോൾ മെറ്റീരിയൽസിന് നമ്മൾ എന്താണ് ചെയ്യുക, സ്ട്രെങ്ത് കുറച്ച് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഡിവൈഡ് ചെയ്യുകയെന്ന് പറഞ്ഞു. പക്ഷേ ലോഡ്സിൻ്റെ കാര്യത്തിൽ എടുക്കുന്ന സമയത്ത് എന്താണ് ചെയ്യേണ്ടത്, മൾട്ടിപ്ലൈ ചെയ്യേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു. നെക്സ്റ്റ് ഇവിടെ ഡിഫറെൻറ്റ് ലോഡ് കോമ്പിനേഷനിൽ നമ്മൾ എങ്ങനെ എടുക്കാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ്. അപ്പോൾ ഇത് വരുന്ന കേസിൽ നമ്മൾ എത്ര എടുക്കുന്നത്, 1.5 ആണ് എടുക്കുന്നത്. ഓക്കെ, 1.5 ആണ് എടുക്കുന്നത്. ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് പ്ലസ് വിൻഡ് ലോഡ് അല്ലെങ്കിൽ സീസ്മിക് ലോഡ്, ഇത് എല്ലാം കൂടി വരുന്ന കേസിൽ, കോമ്പിനേഷൻ വരുന്ന കേസിൽ നമ്മൾ എത്ര എടുക്കുക, 1.2 പഠിച്ചു വയ്ക്കുക, 1.2 ആണ്. ഓക്കെ, ഈ നെക്സ്റ്റ് ഡെഡ് ലോഡ് പ്ലസ് വിൻഡ് ലോഡ്
ഡെഡ് ലോഡ് പ്ലസ് വിൻഡ് ലോഡ്. ഇപ്പോൾ ഈ രണ്ടെണ്ണം വരുന്ന കേസിൽ 1.5 നമ്മൾ എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ 0.9 എടുക്കുന്നുണ്ട്. അപ്പോൾ 0.9 നമ്മൾ റെയറായിട്ടേ യൂസ് ചെയ്യാറുള്ളൂ, നമ്മൾ കൂടുതലായിട്ടും 1.5 ആണ് യൂസ് ചെയ്യുക. 0.9 നമ്മളൊരു ക്രൈറ്റീരിയ വരുന്ന പ്രത്യേക ഒരു ക്രൈറ്റീരിയ വരുന്ന കേസിൽ മാത്രമേ നമ്മൾ 0.9 എടുക്കാറുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ലോഡ് കോമ്പിനേഷൻ ഫോർ കൊളാപ്സിൽ വരുന്നത്. നെക്സ്റ്റ് സർവീസബിലിറ്റി. ഇപ്പോൾ സർവീസബിലിറ്റിയിൽ എത്രയാണ്? എല്ലാം നമ്മൾ എന്താണ് 1 ആണ് നോക്കും അല്ലേ. ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് 1 ആണ്, പഠിക്കാൻ ഈസിയാണ്. ഓക്കെ, എല്ലാത്തിൻ്റെയും കൂടി കോമ്പിനേഷൻ നമ്മൾ 1 ആണ് കൊടുക്കുന്നത്. ഡെഡ് ലോഡ് പ്ലസ് വിൻഡ് ലോഡ് അല്ലെങ്കിൽ സിസ്മിക് ലോഡ് വരുന്ന കേസിൽ നമ്മൾ 1 ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും ഒന്ന് വൃത്തിയായിട്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്, അപ്പോൾ ഇത് എല്ലാവരും പഠിച്ചു വയ്ക്കുക. ഓക്കെ, പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ഫോർ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ്. അപ്പോൾ പാർഷ്യൽ സേഫ്റ്റി ഫോർ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ്. കോൺക്രീറ്റ് നമ്മൾ എത്ര യൂസ് ചെയ്യുക? 1.5. കോൺക്രീറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് 1.5 ആണ്. സ്റ്റീലിന് എന്താണ് യൂസ് ചെയ്യുന്നത്? സ്റ്റീലിന് 1.15. ഓക്കെ, സ്റ്റീലിന് നമ്മൾ യൂസ് ചെയ്യുക എത്രയാണ്? 1.15. നെക്സ്റ്റ് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റി. ഇവിടെ എത്രയാണ്? കോൺക്രീറ്റ് നമ്മൾ എത്ര യൂസ് ചെയ്യുക? 1 ആണ് യൂസ് ചെയ്യുക. സ്റ്റീലിന് 1 ആണ്. രണ്ടിനും 1 ആണ് യൂസ് ചെയ്യുക. കൊളാപ്സിൽ കോൺക്രീറ്റിന് 1.5ഉം സ്റ്റീലിന് 1.15. ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചത്? ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് എന്താണ്, അതിൽ എത്ര ടൈപ്സ് വരുന്നുണ്ട്. ഓക്കെ, കൊളാപ്സ് എന്ന് പറയുന്നത് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ് വരുന്നുണ്ട്, ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റി വരുന്നുണ്ട്. ഈ കൊളാപ്സ് എന്ന് പറയുന്നത് എന്താണ്? ടോട്ടലി ലോഡ്സ്, സ്ട്രെങ്ത്ത്, ഓക്കെ, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ് എന്താണ്? കൊളാപ്സ്. ഓക്കെ, ടോട്ടലി സ്ട്രെങ്ത്ത്, ലോഡ്, ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ് കൊളാപ്സ്. സർവീസബിലിറ്റി എന്ന് പറയുന്ന സമയത്ത് എന്തൊക്കെയാണ്? സർവീസബിലിറ്റിയിൽ വരുന്നത് ഡിഫ്ലക്ഷനും ക്രാക്കിങ്, അങ്ങനെയുള്ള ഇത് അത് മാത്രം ഓർത്തിരുന്നാൽ മതി. ഡിഫ്ലക്ഷനും ക്രാക്കിങ്ങും ആണ് സർവീസബിലിറ്റിയിൽ വരുന്നത് അല്ലേ. അപ്പോൾ അത് പഠിച്ചു. പിന്നെ ഡിസൈൻ ലോഡ് എന്താണ്, പിന്നെ അതുപോലെ തന്നെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് പഠിച്ചു. ക്യാരക്ടറിസ്റ്റിക് ലോഡ് എന്താണ്, ഡിസൈൻ ലോഡ് എന്താണ്, ഡിസൈൻ സ്ട്രെങ്ത്ത് എന്താണെന്ന് നമ്മൾ പഠിച്ചു. ക്യാരക്ടറിസ്റ്റിക് ലോഡ് എന്താണ്, ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത്ത് എന്താണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സിൽ എത്രയാണ്, ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റിയിൽ എത്രയാണ്, കോൺക്രീറ്റിനും സ്റ്റീലിനും എത്രയാണ് കൊടുക്കേണ്ടത്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ലോഡ് കോമ്പിനേഷൻ വരുന്ന കേസിൽ എത്രയാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇതൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ ഇന്നത്തെ ക്ലാസ്സിൽ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ് മുതൽ ഡിസൈൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. എന്തൊക്കെയാണ് അസംഷൻസും കാര്യങ്ങളും അതുപോലെ തന്നെ സ്റ്റെപ്സൊക്കെ നമുക്ക് പഠിച്ചു തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ബേസിക്സ് നമ്മൾ വൃത്തിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഈ സബ്ജക്റ്റ് തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇത്രയും ടേംസ് വൃത്തിയായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.